ദശകം 3 ഭക്തിപ്രാർത്ഥന. പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താഃ ത്വയി ഖലു രമന്തെ പരമമോൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥമൊന്ന് നോക്കാം. അഭീഷ്ടങ്ങളെല്ലാം നൽകുന്ന ഭഗവാനെ, ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുകയും അവിടുത്തെ അവദാന കഥകൾ പാടിപ്പുകഴ്ത്തുകയും അവിടുത്തെ ദിവ്യവും മംഗളകരവുമായ രൂപത്തെ ധ്യാനിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർ അത്യാനന്ദ സമുദ്രത്തിൽ മുഴുകുകയും തീർത്ഥാടകരായി ലോകം ചുറ്റുകയും അവർ പിന്നീട് നിർഗുണ ബ്രഹ്മാനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഭഗവത് ഭക്തന്മാരാണ് ഈ ലോകത്തിലെ ഏറ്റവും ധന്യന്മാർ എന്ന് ഞാൻ കരുതുന്നു. ശ്ലോകം 2. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഫരേപി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാം ഭവത്പാദാംഭോജ സ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ശ്ലോകം 2ന്റെ അർത്ഥമാണ്: ബാഹ്യമായും അതിലേറെ ആഭ്യന്തരമായും ഉള്ള വ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സ് അവിടുത്തെ പാദഭജനത്തിൽ ഉറയ്ക്കാതായി തീർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അസ്വസ്ഥതയും പുറത്തുള്ള അസ്വസ്ഥതയും കൊണ്ടാണ്, രോഗങ്ങൾ കൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ പാദഭജനങ്ങൾ ചെയ്തിട്ട് പോലും മനസ്സ് ഉറയ്ക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം നിമിത്തം അങ്ങയുടെ പാദകമലത്തിൽ ഭക്തിയോടെ ഭജനം ചെയ്ത് കിട്ടുന്ന ആനന്ദം നുകർന്നു ഭഗവൻ നാമങ്ങൾ ജപിച്ച് ഏകാന്തമായി ഒരിടത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഏകാന്തത എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞുകൊള്ളാം എന്നും ഏകാന്തമായി ആത്മാനുഭൂതിയുടെ മണ്ഡലത്തിൽ ചെന്ന് വിശ്രമിക്കുമ്പോൾ ആനന്ദം അവിടെ അതിൻ്റെ പരമമായ മാധുര്യത്തോടു കൂടി സ്വന്തമായി തീരുന്നതുമാണ്. ശ്ലോകം 3. കൃപാത്തെ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഖ പ്രശമനദശ നാമ കീയതി ന കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിതാഃ ഭവത് ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ. ശ്ലോകം 3ന്റെ അർത്ഥമാണ്: ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭക്തി ഉണ്ടെങ്കിൽ അത്രയും തീവ്രമായി തീരുകയാണെങ്കിൽ മനുഷ്യന് സാധിക്കാൻ വയ്യാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ തീവ്രാഭിനിവേശത്തിലേക്കും തനിക്ക് പ്രവേശിക്കുവാനും മോക്ഷം നേടാനും ഉന്നത തരത്തിൽ തനിക്ക് നേരിട്ടുള്ള മാനസികവും കായികവുമായ വേദനകളെ മാറ്റാൻ ഭഗവാന് യാതൊരു വിഷമവുമില്ല. ഈ പ്രപഞ്ചത്തിൽ ശോകരഹിതന്മാരായി എത്രയോ ഭക്തന്മാർ മുക്തി നേടി ഈ പ്രപഞ്ചത്തിലുള്ള ആസക്തി, എല്ലാ വിഷയങ്ങളിൽ നിന്നുള്ള ആസക്തികളെല്ലാം ഇല്ലാതാക്കി സ്വതന്ത്രരായി കഴിയുകയും ആ ഭാഗ്യം തനിക്കും ഉണ്ടാകണമെന്നുള്ളതാണ് ഭട്ടതിരിയുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. മുനി പ്രൗഢാരൂഢാഃ ജഗതി ഖലു ഗൂഢാത്മഗതയഃ ഭവത്പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാഃ ചരന്തീശ സ്വൈര്യം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. ശ്ലോകം 4ന്റെ അർത്ഥം നോക്കാം. ലോകത്തിൽ കീർത്തി കേട്ടവരും നമ്മുടെ അറിവിൽപ്പെടാതെ ആത്മജ്ഞാനികളായി കഴിയുന്നവരും ഭഗവത് ധ്യാനം കൊണ്ട് എല്ലാ തരത്തിലുള്ള ശോകത്തിൽ നിന്നും അവർ വിമുക്തരാകുകയും
ആയ നാരദാദി മുനിശ്രേഷ്ഠന്മാർ എപ്പോഴും എവിടെയും പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആളുകള് സച്ചിദാനന്ദ സ്വരൂപവും അദ്വൈതവുമായ ബ്രഹ്മത്തിന്റെ വ്യാപ്തമായ പ്രഭാവത്തിൽ മുഴുകി ആത്മാനുഭൂതിയുടെ അല്ലെങ്കിൽ നല്ല മനസ്സിന് നല്ല ഒരു ഇതായിട്ട് വന്ന് സ്വതന്ത്ര ലോകത്തിൽ ജീവിക്കുന്നു. മറ്റൊന്നും തന്നെ അവരെ ബാധിക്കുന്നതേ അല്ല. ഭവത് ഭക്തി സ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷ ക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേത് വ്യാസസൂക്തിഃ തവ ച വചനം നൈകമവചോ ഭവേന്മിത്യാരേത്യ പുരുഷവചന പ്രായമഖിലം. ശ്ലോകം 5 അർത്ഥമാണ് പറയുന്നത്. എനിക്ക് അവിടേക്കുള്ള ഭക്തി വർദ്ധിച്ചു തരണമേ എന്നത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭക്തിയാകട്ടെ എൻ്റെ എല്ലാ ദുഃഖങ്ങളും തീർത്തു തരുമെന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. അല്ലെങ്കിൽ പുരാണങ്ങളിലെ ശ്രീ വ്യാസ ഭഗവാന്റെ വാക്കും ഗീതാദികളായ അങ്ങയുടെ വാക്കും വേദാദികളിലെ വാക്കുകളും എല്ലാം മ്ലേച്ഛന്മാരുടെ വാക്കുപോലെ അസത്യമാണെന്ന് വരുമല്ലോ. ഹരി ഓം.